ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1663. ഇന്ന് ജൂലൈ മാസം 20-ാം തീയതി 202-ാമത്തെ ദിവസത്തിലെത്തി. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തില് കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനം എന്നോട് വാങ്ങുക എന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. കുറച്ചുകൂടി കാഴ്ചയ്ക്ക് തെളിമ കിട്ടിയിരുന്നെങ്കിൽ കാഴ്ചപ്പാടുകൾ പോലും ഒന്ന് വൃത്തിയാക്കാമായിരുന്നു. ലോകപ്രസിദ്ധ സംഗീതജ്ഞനായ ബീഥോവനെ കുറിച്ച് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ശരിയാവാൻ സാധ്യതയുണ്ട്. ഒരു ദിവസം പിയാനോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിയാനോയില് ശബ്ദമൊന്നും ഉയരുന്നില്ല. അത് നന്നാക്കാൻ നഗരത്തിലേക്ക് പോകുമ്പോൾ വഴിയരികിലുള്ള ആലയിൽ ഒരു കൊല്ലൻ വലിയ കൂടം കൊണ്ട് ഇരുമ്പിനിട്ട് അടിക്കുന്നുണ്ട്. അതിന്റെ ശബ്ദവും കേൾക്കാനായിട്ട് ബീഥോവന് കഴിയുന്നില്ല. ഒരു ദേവാലയത്തിന്റെ സമീപത്തുകൂടി പോകവേ ദേവാലയം മണികൾ അടിക്കുന്നുണ്ടെങ്കിലും ശബ്ദം അയാൾ കേൾക്കുന്നില്ല. ലോകം മുഴുവൻ മൂകമായി തീർന്നുവെന്ന് ബീഥോവന് അപ്പോൾ തോന്നുന്നുണ്ട്. സ്വന്തം ബധിരതയെ തിരിച്ചറിയുന്നതുവരെ കാണുന്നുവെന്ന് പറയുകയും എന്നാൽ കാണാതിരിക്കുകയും ചെയ്യുന്നവരെ യേശുവും കാര്യമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ കണ്ണുണ്ടായിട്ടും കാണുന്നില്ലെന്ന്, കാതുണ്ടായിട്ടും കേൾക്കുന്നില്ലെന്ന്, ഹൃദയമുണ്ടായിട്ടും ഒന്നും സൂക്ഷിക്കുന്നില്ലെന്ന്. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിലും അത് കാണുന്നുണ്ട്. എല്ലാറ്റിനും പരിഹാരം ഒന്നേയുള്ളൂ. ദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഒന്ന് നോക്കാനായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ. സൃഷ്ടിയുടെ അവസാനം എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം കാണുന്നത് പോലെ കാണുമ്പോൾ ചുങ്കക്കാരനായ സക്കായിലും ആത്മീയത കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് സക്കായിമാര് താഴേക്കിറങ്ങുന്നത്, മഗ്നലമ വിശുദ്ധകളാവുന്നത്, തളർവാദ രോഗി എഴുന്നേറ്റ് നടക്കുന്നത്. അന്ധർക്കൊക്കെ കാഴ്ച ലഭിക്കുന്നുണ്ട്. ആരുടെ പാപനിമിത്തമാണ് ഒരാൾ അന്ധനാകുന്നത്? ആ വിഷയത്തെ ആസ്പദമാക്കി അവിടെ അപ്പോൾ തീസീസും പ്രബന്ധങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്ന വലിയ തിരക്കിലാണ് എല്ലാവർക്കും താല്പര്യം. അല്ലാതെ കാഴ്ച നൽകിയവനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാനല്ല. സമൂഹത്തില് പലരും അതുകൊണ്ട് അന്ധനാണെന്ന് പറയേണ്ടി വരും. അല്ല, ഞാനും അങ്ങനെ ഒരുവനാണെന്ന് തിരിച്ചറിയേണ്ടി വരും. ഞാനാണോ എന്റെ സഹോദരന്റെ കാവൽക്കാരൻ എന്ന് ചോദിക്കുന്നിടത്തു നിന്നാണല്ലോ കാര്യങ്ങളൊക്കെ അന്ധതയിലേക്ക് എത്തുന്നത്. യഥാർത്ഥ പ്രകാശം യേശുവാണ്. ആ വെളിച്ചത്തിന് അഭിമുഖമായി നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ അന്ധതയും ഇല്ലാതാവും. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനം നമുക്ക് അവിടുത്തോട് തന്നെ ചോദിച്ച് വാങ്ങാം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.